ഇന്നലെ കണ്ടില്ല മുഖ്യമന്ത്രി പോയത് അതിങ്ങനെ പോയത് എവിടേക്ക് തൃശ്ശൂർ മുഖ്യമന്ത്രി ഈ കുഴികളൊക്കെ ഒഴിവാക്കി അപ്പുറത്തൂടെ പോയി. പുറത്തു കൂടി പോയി. ജനങ്ങളെ ബുദ്ധിമുട്ട് നോക്ക്. ഈ കുഴിയിൽ വീണ് ഇപ്പോൾ ഒരു വണ്ടി ഓഫായിരിക്കുകയാണ്. ആ വണ്ടി ഇപ്പോൾ തള്ളി ഇവിടെ നിന്നും ആളുകൾ നീക്കുകയാണ്. അതല്ലാതെ വേറെ മാർഗമില്ല. കാരണം പല വാഹനങ്ങളും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ കുഴികളിലെല്ലാം വീണ് ഇവിടെ ഓഫായി പിന്നീട് ഒരുപാട് സമയം ഇവിടെ ഇങ്ങനെ കിടക്കേണ്ട ഒരവസ്ഥയുണ്ട്. വളരെ വലിയ കുഴികൾ തന്നെയാണ് ഇവിടെയെല്ലാം തന്നെ ഉള്ളത്. അതുകൊണ്ട് ഈ വഴിയിലൂടെയുള്ള ദുരിത യാത്ര അത് അവസാനിക്കുന്നില്ല. ചേട്ടാ, എങ്ങനെയാണ് ഇതിലൂടെ? ഭയങ്കര ദുരിതമാണ് ഇതിലെ പോവാൻ. വണ്ടിയുടെ ആക്സിൽ മുറിയാണ്, ടയർ പഞ്ചറാവണ്. ഇന്നലെ കണ്ടില്ല മുഖ്യമന്ത്രി പോയത് അതിങ്ങനെ പോയത് എവിടേക്ക് തൃശ്ശൂർ. മുഖ്യമന്ത്രി ഈ കുഴികളൊക്കെ ഒഴിവാക്കി പുറത്തു കൂടി പോയി. ജനങ്ങളെ ബുദ്ധിമുട്ട് നോക്ക്. എത്ര ബുദ്ധിമുട്ടിയുടെ ജനങ്ങൾ പോണ്. സ്കൂൾ കുട്ടികൾ, അതുപോലെ ചെറിയ മക്കള്. ഭയങ്കര പ്രശ്നമാണ്, ദുരിതമാണ്. ഇവിടുത്തെ കുറച്ച് നേരം നിന്നാലറിയാം, ഒരാൾ പറയേണ്ട ആവശ്യമില്ല. അതാണ്, ഇവിടെ കുറച്ച് സമയം നിന്ന് കഴിഞ്ഞാൽ അറിയാം, ആരും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് വാഹനങ്ങളൊക്കെ വളരെ സുഗമമായി പോകേണ്ട ഒരു പാതയാണ്. ആ പാതയിൽ വലിയ തോതിലുള്ള ഒരു ദുരിതം തന്നെയാണ്. ഈ ജനങ്ങൾ ഇങ്ങനെ ദുരിതം അനുഭവിക്കുമ്പോഴാണ് ഭരണാധികാരികൾ ഈ വഴി പോകാതെ ഇതിനോട് മുഖം തിരിഞ്ഞുകൊണ്ട് മറ്റ് വഴികളിലൂടെ ഇവിടെ നിന്നും ഈ വഴി തൃശ്ശൂരിലേക്കും മറ്റുമെല്ലാം തന്നെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വഴി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. പ്രതിഷേധങ്ങൾ ഒരുപാടുണ്ടായി. എത്ര പ്രതിഷേധങ്ങൾ ഉണ്ടായാലും ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ളൊരു പരിഹാരവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.